നമ്മുടെ മസ്താനി അനീഷേട്ടനെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന പോലത്തെ ഉള്ള രീതിയിൽ ചുമ്മാ ഇങ്ങനെ ചെയ്യുകയാണ്. അവിടെ മുൻഷി രഞ്ജിത്ത് ഇരിപ്പുണ്ട്. അനീഷേട്ടൻ ആയിരുന്നല്ലോ പണ്ട് ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്, സ്റ്റോർ റൂമിൽ പോയിട്ട് ലെറ്ററൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മുൻഷി രഞ്ജിത്തിനെ കൊണ്ട് വായിപ്പിച്ചു, അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ അതിന് അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പം പുള്ളി പറയാം, ഇവൻ എന്നെ കൊണ്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് എങ്ങനെ വായിക്കുന്നത് എനിക്ക് അറിയാത്തതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ വന്നപ്പോൾ വിചാരിച്ചായിരുന്നു ഇത്രയ്ക്ക് ചേഞ്ചസ് ചേട്ടന് വരുമെന്ന് വിചാരിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം അനീഷേട്ടൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ ഒരു രീതിയിലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിക്കുമെന്നും ഞാനിവിടെ കണക്റ്റഡ് ആവുമെന്നും എനിക്കിവിടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്യും പുറത്തോട്ട് പോകുമ്പോൾ. ഇവിടുന്ന് എനിക്ക് പോവണ്ട, എനിക്കിവിടെ നിന്നാൽ മതി, എനിക്ക് 100 ദിവസം കഴിഞ്ഞിട്ടും എനിക്കിവിടെ നിൽക്കണം, ഞാൻ അത്രയ്ക്ക് ഇവിടെയായിട്ട് അറ്റാച്ച്ഡ് ആയി എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ മുൻഷി ചേട്ടൻ കളിയാക്കി പറയുന്നുണ്ട്, അനീഷ് ജനിച്ചതേ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്, ജനിച്ച വർഷങ്ങളുടെ ബിഗ് ബോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അന്നേ ഇവിടെ വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഫേവറേറ്റ് സ്പോട്ട് ചോദിക്കുമ്പോൾ പറയണം, അങ്ങനെ സ്പോട്ടല്ല, ഞാൻ രാവിലെ കാലത്ത് എണീറ്റ് എല്ലാവരും എണീക്കുന്നതിന് മുൻപേ എഴുന്നേറ്റ് ഇവിടെ നടക്കും, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ സ്നേഹം, ഇവരുടെയൊക്കെ സ്നേഹം കിട്ടി, അതൊക്കെ വലിയ കാര്യമാണെന്ന് പറയുന്നു. നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മുൻഷിയും അതേപോലെ തന്നെ മസ്താനും കൂടെ പറയുന്നുണ്ട്. അത് അനുമോളെ ഉദ്ദേശിച്ചാണ്. നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ചാരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലൈഫിൽ കിട്ടുന്ന അനുഗ്രഹമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിന്നറിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഫാൻസിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കും. അനീഷിടം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, ബിക്കോസ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ മറന്നുപോയി, പാട്ടിൻ്റെ ലിറിക്സ് മറന്നുപോയി, അതേപോലെ മൂവിയുടെ നെയിം മറന്നുപോയി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പം മസ്താനിയൊക്കെ പറയുന്നുണ്ട്, അത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ വിന്നറായി കഴിഞ്ഞാലും പുറത്ത് പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പം ഇവിടെ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എനിക്കിവിടെ വിട്ടിട്ട് പോകാൻ താല്പര്യമില്ല, എനിക്കിവിടെ ഞാൻ അത്രയും അറ്റാച്ച്ഡായി ഈ ഒരു ഹൗസുമായിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അനീഷ് പറയുന്നത്. അപ്പോൾ അനീഷേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100 ഡേയ്സ് കഴിഞ്ഞാലും എന്നെ പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ചുമരിനെ തൂണിനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ ഇവിടുന്ന് പോകുമോ, അത് ഇവിടെ നിൽക്കാൻ കരയുമോ എന്നൊക്കെ നമുക്ക്